ഹായ് വ്യൂവേഴ്സ്, അനുബന്ധ വ്യൂവേഴ്സ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അമ്പിളി ശർമ്മ ഒരു വലിയ മെസ്സേജ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുമ്പ് കുറേ പേർ ഇതുപോലത്തുള്ള വീഡിയോസ് നോക്കിയിട്ട് അവരുടെ ഇൻട്രസ്റ്റ് മാത്രം പറഞ്ഞുകൊണ്ട് വരുന്നത്, അതിൻ്റെ ഒപ്പം അവരുടെ പ്രൊഫൈലും അയച്ചു കൊടുക്കുമ്പോൾ അത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപയോഗമായിട്ടുണ്ടാവും. അതായത് ഇങ്ങനെ വിവാഹ ആലോചനമായിട്ടുള്ളവർക്കാണ് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ ഇൻട്രസ്റ്റ് മാത്രം പറയുമ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള യാതൊരു അഭിപ്രായം അവർക്ക് കിട്ടില്ല. നിങ്ങളെക്കുറിച്ചുള്ള അത്യാവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ട് നിങ്ങളുടെ ഇൻട്രസ്റ്റ് പറയുമ്പോഴാണ് അത് അവർ ചെന്നടയും. അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങൾ ഷെയർ ചെയ്യുന്ന ആ പ്രൊഫൈൽ അവർ ചെന്നടയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾ കുറേ പേര് ഇപ്പോൾ ലാസ്റ്റ് വീഡിയോ മിന്നുവിൻ്റെ വീഡിയോ ആണ് ചെയ്ത് കൊടുത്ത് അത് നോക്കിയിട്ട് എനിക്ക് മിന്നുവിനെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണെന്നും ഒരു ജസ്റ്റ് ഒരു സിംഗിൾ വേർഡായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇങ്ങനെ അയച്ചു കൊടുക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ ആ മെസ്സേജ് അനുബന്ധം ചാനലിൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഷെയർ ചെയ്യുമ്പോഴാണ് ഞാനത് അങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് അനുബന്ധം ചാനലിൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യും. അതാണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ അവർ ആദ്യം തന്നെ പറയുന്നത്, മാഡം എനിക്ക് പാകമായിട്ടുള്ള പ്രൊഫൈൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവേത് മറക്കാണ്ട് ഉടനെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ എന്ത് ചെയ്യണം? ബ്രീഫായിട്ട് അയച്ചു കൊടുക്കണം. അങ്ങനെ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള അത്യാവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുമ്പോഴാണ് നിങ്ങളെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം അവർക്ക് കിട്ടും. അപ്പോഴാണ് നിങ്ങളെ അവർ കോൺടാക്ട് ചെയ്യും, നിങ്ങളുമായിട്ടുള്ള ആലോചനകൾ തുടരും. ഇതിപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഇൻട്രസ്റ്റ് പറയുന്നതിൽ യാതൊരു യൂസും ഇല്ല എന്ന് തന്നെ ഞാൻ പറയുന്നത്. നിങ്ങളിപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ഇൻട്രസ്റ്റ് പറയാം, ഇങ്ങനെ കുറേ പേര് പറയാം. പക്ഷെ അതിൻ്റെ ഒരു വില ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ പെർഫെക്റ്റായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം. അപ്പോൾ തന്നെ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അതായത് നിങ്ങളിപ്പോൾ മിന്നുവിൻ്റെ പ്രൊഫൈൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ചെന്നടയും. അതിനു വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അമ്പിളി ഒരു വലിയ മെസ്സേജ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവരെങ്ങനെ തുടങ്ങിയിട്ടുണ്ടെന്ന് വെച്ചാൽ, അവർക്ക് കല്യാണം കഴിക്കുന്ന വയസ്സിൽ 2 പെൺകുട്ടികളുണ്ട്. പക്ഷെ അവർ ഇപ്പോൾ ഒരു ഡിവോഴ്സിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവർ ഉള്ളത് അവരുടെ അഞ്ചൻ്റെ വീട്ടിലാണ്. അഞ്ചന് 2 കുട്ടികളുണ്ട്. അവരുടെ കല്യാണം കഴിഞ്ഞ് തന്നെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി അബ്രോഡിലാണെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ കുട്ടിയുടെ പ്രസവത്തിന് വേണ്ടി ഇവരുടെ അഞ്ചൻ്റെ ഭാര്യയും ഇപ്പോൾ അബ്രോഡ് ചെല്ലാനുള്ള ഒരു പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ശല്യമാവരുതെന്ന് വിചാരിച്ചിട്ടാണ് മാഡം നിങ്ങളുടെ ഈ വീഡിയോസൊക്കെ കണ്ടപ്പോൾ നമ്മളുടെ ഒരു സ്റ്റോറിയും നമുക്ക് പറയാമല്ലോ എന്ന് തോന്നി. എൻ്റെ ഒരു അടുത്തുള്ള ഒരു ബന്ധു അവരുടെ അടുത്ത് പറഞ്ഞ് അവരാണ് എനിക്ക് വേണ്ടി ഈ മെസ്സേജ് നിങ്ങളുടെ ചാനലിൽ അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്പിളിയുടെ വിവാഹ ജീവിതം ഒരു 10 കൊല്ലത്തിൻ്റെ മുമ്പ് അവസാനമാക്കിയെന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് അതിൻ്റെ റീസൺ അവർ പറയുമ്പോൾ ഒരുപാട് വിഷമം തോന്നുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവർക്ക് വിവാഹം കഴിഞ്ഞ് കോഴിക്കോടാണ് അവരുടെ താമസം. അതായത് അവരുടെ ഭർത്താവിൻ്റെ വീട് കോഴിക്കോടെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ സ്ഥലം പാലക്കാടെന്ന് പറഞ്ഞിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് ഭർത്താവിൻ്റെ തറവാട്ടിലാണ് അവരുടെ ജീവിതം തുടങ്ങിയിട്ടുണ്ട്. അവിടെ വെച്ചിട്ടാണ് അവർക്ക് 2 പെൺകുട്ടികളും ഉണ്ടായത്. 2 പെൺകുട്ടികളെ പ്രസവിച്ച് അവർ നല്ലപോലെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ആ സ്റ്റേജ്, അതായത് മൂത്ത മോൾ 5ൽ പഠിക്കുമ്പോൾ ഇളയ മോൾ 1ൽ പഠിക്കുമ്പോഴാണ് അവരുടെ ആ ഡിവോഴ്സ് നടന്നിട്ടുണ്ട്. അതിൻ്റെ റീസൺ, അതായത് അവർക്ക് കുട്ടികൾക്ക് ഒരു 5-6 വയസ്സുള്ളപ്പോൾ മൂത്ത മോൾക്ക് 5-6 വയസ്സെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കുട്ടി അതിനേക്കാൾ ചെറുപ്പമാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോഴവർക്ക് ഒരു ശ്വാസം മുട്ടലുണ്ടായി. അത് പിന്നീട് ഒരു കഫത്തിൻ്റെ ഒരു അസുഖമാണ്. അത് TB എന്നൊക്കെ പറഞ്ഞ് ഒരു വലുതാക്കി പറഞ്ഞതിന് ശേഷം അത് ഒരു പകർച്ചയായിട്ടുള്ള ഒരു രോഗമായതുകൊണ്ട് അമ്മയുടെ വീട്ടിലേക്ക് അവർ ചെന്നിട്ടുണ്ട്. 2 മാസം അവിടെയാണ് അവരുടെ ട്രീറ്റ്മെൻറ്റ് നടന്ന് ഒരുവിധം ഒരു ഗുണം കിട്ടിയതിൻ്റെ ശേഷം വീട്ടിലേക്ക് തിരിച്ച് മടങ്ങാൻ
ഏർപ്പാടൊക്കെ ഉണ്ടാക്കുന്ന സമയമാണ് അവർക്ക് ഡിവോഴ്സ് നോട്ടീസ് വന്നിട്ടുണ്ട്. അതായത് ഈ രോഗം ഉള്ളവരെ ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒരു ഡിവോഴ്സ് നോട്ടീസ് അയച്ചു കൊടുത്തിട്ടുണ്ട് അവരുടെ ഭർത്താവ്. അപ്പോൾ ഇവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എന്താണെന്ന് വെച്ചാൽ ആ രോഗം അവർക്ക് അത്ര, അതായത് അപ്പോഴവർക്ക് മുഴുവൻ ക്യൂറായി കിട്ടിയിട്ടില്ല. ട്രീറ്റ്മെൻറ്റിലാണ് ഉണ്ടായിട്ടുണ്ട്. കുട്ടികളെയും കാണാൻ കൂടി സമ്മതിച്ചിട്ടില്ല. എന്താന്ന് വെച്ചാൽ അവർ ആ കുട്ടികളെ നോക്കാൻ, നല്ലപോലെ നോക്കാൻ അവരുടെ നാത്തൂൻ അവരുടെ ഒപ്പമുണ്ട്. അവരുടെ നാത്തൂൻ മൂത്ത, അതായത് അവരുടെ ചേച്ചിയാണ്, അവരുടെ ഭർത്താവിൻ്റെ ചേച്ചിയാണ്. അവർക്ക് വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല. എത്ര അവർക്ക് എന്തോ ചെറുതായിട്ടൊരു കുഴപ്പമുള്ള കാരണം അവർക്ക് വിവാഹമൊന്നും കഴിക്കാണ്ട് അവരുടെ ഒപ്പം തന്നെ താമസിച്ചുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഇവർക്ക് വയ്യാതെ വന്നപ്പോൾ അവരാണ് മുഴുവൻ കാര്യങ്ങളും, വീട്ടിലത്തെ മുഴുവൻ കാര്യങ്ങളും നോക്കിക്കൊണ്ട് കുട്ടികളെ നല്ലപോലെ നോക്കി. അതിൽ ഞാൻ ഒന്നും കുറവ് പറയില്ല, ഇതിൽ യാതൊരു ഇതും ഇല്ല. നല്ലപോലെ നോക്കി കുട്ടികൾക്ക് ഞാൻ വേണ്ട എന്നൊരു സ്റ്റേജ് വരുമ്പോഴാണ് ഈ നോട്ടീസ് വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആ കുട്ടികളെ ഒഴിവാക്കാൻ പറ്റുമോ? യാതൊരു അമ്മ ഇങ്ങനെ വിചാരിക്കാൻ പറ്റുമോ? എനിക്കിതൊരു വലിയൊരു, അപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല. എനിക്ക് വേറെ യാതൊരു വഴിയും കിട്ടില്ല. അപ്പോൾ ഞാൻ മ്യൂച്വൽ ഡിവോഴ്സിന് ഞാൻ സമ്മതിച്ച്, എനിക്കൊരു അവർ സെറ്റിൽമെൻറ്റും ചെയ്തിട്ടുണ്ട്. അത് കൊണ്ടാണ് ഞാനിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും എനിക്കിത് ഒരു വലിയ എൻ്റെ ജീവിതത്തിൽ, അതിൻ്റെ ശേഷം എനിക്ക് ജീവിതമൊന്നും ഇല്ലാണ്ടായി. എൻ്റെ അമ്മ അച്ഛൻ മരിച്ചതിൻ്റെ ശേഷം ഞാനും ഒരു നാത്തൂനായിട്ട് എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ ജീവിക്കാൻ വന്നപ്പോൾ എൻ്റെ നാത്തൂൻ ചെയ്ത യാതൊരു തെറ്റും ഞാൻ ചെയ്തില്ല. അവർക്ക് എപ്പോഴും ശല്യമാവരുത്, എന്നെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അങ്ങനത്തെ ഉപകാരമാണ് അവർക്ക് ചെയ്തുകൊണ്ട് അവരുടെ ഒപ്പമാണ് എൻ്റെ ജീവിതം ഇതുവരെ കഴിഞ്ഞുകൊണ്ടുണ്ടായിട്ടത്. അവരുടെ കുട്ടികളുടെ കല്യാണമൊക്കെ നല്ലപോലെ കഴിഞ്ഞു. അവർക്കും 2 പെൺകുട്ടികളാണ്. എനിക്കത് കാരണം എൻ്റെ കുട്ടികളെ ഞാൻ മിസ് ചെയ്യുന്ന ഒരു ഫീൽ എനിക്കില്ല. ആ കുട്ടികളെ വളർത്തുന്ന ആ ഒരു സന്തോഷം എനിക്ക് ദൈവം കൊടുത്തതിന് ഞാൻ എന്നെന്നും നന്ദി പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്പിളി. ഇത് കേൾക്കുമ്പോൾ ഒരുപാട് വിഷമം തോന്നുന്നുണ്ട്. അതേപോലെ ഇപ്പോൾ ആ കുട്ടികളുടെ ഒരു മൂത്ത മോളുടെ പ്രസവത്തിന് വേണ്ടി 2 ആളും അബ്രോഡ് പോകുന്ന ഒരു പരിപാടിയിലാണ്. ഇളയ മോൾ ഇപ്പോൾ കൺസീവ് ആയിട്ടുണ്ട്. അവളും ഒരു മോള് ഓസ്ട്രേലിയ, ഒരു മോള് US-ലാണ്. കാരണം അവർക്ക് നോക്കാൻ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നെ എന്തെങ്കിലും ഒരു ഹോമിലാക്കണമെന്നൊക്കെ അവർ തമ്മിൽ വർത്തമാനം പറയുന്നൊക്കെ ഞാൻ കേട്ട് അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അത് കാരണം തന്നെ മാഡം നിങ്ങളുടെ ഒരു വീഡിയോസ് കണ്ടപ്പോൾ നമ്മളുടെ ഈ പ്രോബ്ലംസും പറയുമ്പോൾ എനിക്കായിട്ടൊരു ജീവിതം കൊടുക്കാൻ ഇറങ്ങിയിട്ടുണ്ടാവോ എനിക്കത് സംശയമാണ്. എന്നാലും ഒന്ന് പറയാം എന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അയൽവക്കത്താരണത് അവരുടെ ഒരു മോനാണ് ഇതിനൊക്കെ കൂടുതൽ എനിക്ക് ഹെൽപ്പ് ചെയ്തത്. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവരുടെ ഒരു മെയിൽ ID കൂടെയാണ് അവർ അയച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്നെക്കുറിച്ചുള്ള വലുതായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് പറയാൻ കഴിയില്ല. അത് മാഡത്തിന് അറിയുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് എന്നെ വിവാഹം കഴിക്കണമെന്ന് ആരെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ മാഡം ദയവ് ചെയ്ത് അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് മുഴുവനും കൂടി കൊടുക്കേണ്ട. ഒരു അത്യാവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്ത് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്ത് ഞാൻ നേരിട്ട് അവരെ കോൺടാക്ട് ചെയ്തോളാമെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്പിളി. ഇതാണ് ഇങ്ങനെ തന്നെ എനിക്ക് വരുന്ന മുഴുവൻ മെയിൽസും എന്നെ വന്ന് അടയുന്ന എല്ലാ സ്റ്റോറീസും ഇതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ എനിക്ക് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് തീർച്ചയായിട്ടും അറിയില്ല. അറിഞ്ഞെങ്കിൽ ഞാൻ പേഴ്സണലായിട്ട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ കൊടുക്കും. പക്ഷേ എനിക്ക് കൂടി അവർ റിവീൽ ചെയ്തിട്ടില്ല അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇതുവരെ ആരും. ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ആരും കൊടുത്തിട്ടില്ലെങ്കിൽ എനിക്ക് എങ്ങനെയാണ് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ കൊടുക്കാൻ കഴിയും? ചിലർ ഫോൺ ചെയ്ത് ചോദിക്കുന്നത് ഇതുപോലെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ കൊടുക്കാൻ പറ്റുമെന്ന്. തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കൊടുക്കും. കാരണം ഇപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞു വരുന്ന എല്ലാവരുടെ പ്രൊഫൈൽസും അവരെക്കുറിച്ചുള്ള വലുതായിട്ടുള്ള അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള യാതൊരു ഡീറ്റെയിൽസും അവർ ഷെയർ ചെയ്തിട്ടില്ല. ഈവൻ മെയിൽ ID കൂടി എനിക്ക് കോൺടാക്ട് ചെയ്യാൻ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ചിലപ്പോൾ മെയിൽ അയക്കാറുണ്ട്. ഇതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കാണ്ടിരിക്കരുത്, നിങ്ങളുടെ ഈ വീഡിയോസ് കണ്ടിട്ട് കുറേ പേര് ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് അതിന് റിപ്ലൈ ചെയ്യണമെന്ന് ഞാൻ റിപ്ലൈ മെസ്സേജ് അയക്കുമ്പോഴും കൂടി
മെയിൽ കൂടി അയക്കുമ്പോൾ വലുതായിട്ട് റെസ്പോൺസ് വരുന്നില്ല. പക്ഷേ ഇത് അവരുടെ ഈ സ്റ്റോറീസ്, അവരുടെ കുറിച്ചുള്ള ഈ കാര്യങ്ങളൊക്കെ വളരെ ഡെപ്തായിട്ട് എനിക്ക് തോന്നുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ അമ്പിളിയുടെ ഈ കാര്യം എനിക്ക് വളരെ എന്ത് പറയാം, അവരുടെ വിഷമം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എത്ര ഒരു വലിയ ഒരു വിഷമത്തിലിരുന്നാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. 2 കുട്ടികളുണ്ടായിട്ടും അവരെ കാണാനും കൂടി പറ്റില്ല. അവരുടെ വിവാഹമൊക്കെ കഴിഞ്ഞെന്ന് കേട്ടത്ര, അല്ലാണ്ട് വേറെ യാതൊരു അവരുമായിട്ടുള്ള ഒരു ബന്ധമില്ല എന്ന്. ഇത് എത്ര വലിയൊരു വിഷമം. ഒരു അമ്മയ്ക്ക് ഒരു കുട്ടികളെ കാണാൻ പറ്റാതെ വരുമ്പോൾ ഒരു ഡിവോഴ്സിനും ഒട്ടും ഇഷ്ടമില്ലാതെ ഒരു റീസണും ഇല്ല ഇവർക്ക്. ഒരു കഫത്തിൻ്റെ അസുഖം, അത് വലുതായിട്ടത് ഡോക്ടേഴ്സ് ഒന്ന് ക്യൂർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ല, കുറച്ച് സമയമെടുക്കും എന്ന് മാത്രം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതും പറഞ്ഞ് അതൊരു പകർച്ചയായിട്ടുള്ള ഒരു രോഗമെന്ന് പറഞ്ഞാണ് ഇവർ ഡിവോഴ്സ് മേടിച്ചിട്ടുണ്ട്. ഒന്ന് കേൾക്കുമ്പോഴേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇത് സഹിച്ചുകൊണ്ട് അവർ പാവം അവരുടെ അഞ്ചൻ്റെ വീട്ടിലാണ് അവർ ഒരു 10 കൊല്ലം അവരുടെ അമ്മയും അച്ഛൻ്റെ ഒപ്പമാണ് അവർ ജീവിച്ചിട്ടുണ്ട്. അപ്പോഴവർ ടീച്ചറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവർ പ്രീ ഡിഗ്രിയാണ് പഠിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ 18 വയസ്സിൽ അവർക്ക് വിവാഹം കഴിഞ്ഞ് പ്രീ ഡിഗ്രിയാണ് പഠിച്ചിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. തുന്നലൊക്കെ അറിയത്ര ചെറുതായിട്ട് ആദ്യമൊക്കെ തുന്നിക്കൊണ്ടുണ്ട്. ഇപ്പോൾ അവർക്ക് അത്ര തീരെ വയ്യ. ഫിനാൻഷ്യലി വെൽ സെറ്റിൽഡാണ്. അവർക്ക് നല്ല സെറ്റിൽമെൻറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് അത്ര ഡിവോഴ്സിന് ശേഷം. ഒരു നല്ല പൈസയൊക്കെ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. എന്നാലും ഇത് ഓർക്കുമ്പോൾ വളരെ വലിയൊരു വിഷമമാണ്. ഇപ്പോൾ അവർക്ക് ഒരു വിവാഹം കഴിക്കണമെന്നുള്ള ഒരു വിചാരം വന്നതിൻ്റെ റീസൺ ഇതാണ്. മറ്റുള്ളവർക്ക് ശല്യമായിട്ട് ഉണ്ടാവരുത്, എനിക്ക് ഹോമിലൊക്കെ പോയി ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്കൊരു ജീവിതം തരാൻ ദൈവമേ ആരെങ്കിലും വരുത്തുമെന്ന് ഒരു ചെറിയൊരു വിചാരത്തോട് തന്നെ ഞാൻ ഈ മെസ്സേജ് അയക്കുന്നെന്ന് അമ്പിളി പറഞ്ഞിട്ടുണ്ട്. അമ്പിളിയുടെ ഈ കാര്യങ്ങളൊക്കെ ഞാനിത് ഇവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നോക്കാം. നിങ്ങൾക്കായിട്ടുള്ളൊരു നല്ല മനസ്സുള്ള ഒരു വരൻ നിങ്ങളെ വന്നടയണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. നമസ്കാരം.